സിംഗിൾ ക്ലോക്ക് ഓയിൽ സ്പ്രിംഗ് കംപ്രസർ പലരും ഈ ലൂബ്രിക്കേറ്റ് ചെയ്യാതെ ഉപയോഗിക്കുക. അവർക്ക് ലൂബ്രിക്കേറ്റ് ചെയ്യേണ്ട വിധവും അറിയില്ല. ഗണ്ണിലൊക്കെ ഇപ്പോൾ എല്ലാവരും നേരത്തെ കൈക്കാണ് മുറുക്കുന്നത്, ഇപ്പോൾ ഗണ്ണിലാണ് മുറുക്കുന്നത്. അപ്പോൾ അതിലെന്തൊക്കെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്നൊന്ന് പറയാലേ. ഉള്ളിലേക്ക് ഇതിൻ്റെ അകത്തേക്ക് ത്രെഡിലേക്ക് എപ്പോഴും ഗ്രീസ് ചെല്ലാൻ ഇത്തിരി അധികം കൂടുതൽ ഇട്ടേക്കാം അതിൻ്റെ അകത്തേക്ക്. പിന്നെ ഈ ഷാഫ്റ്റിൽ ഈ റോഡിൽ തേക്കാം. വേണമെങ്കിൽ ഈ സിലിണ്ടറിൻ്റെ അകത്ത് കുറച്ച് തൊട്ട് കൊടുത്താലും മതി. ഗ്രീസ് നല്ല ക്വാളിറ്റി ഉള്ള ഗ്രീസ് ആയിരിക്കണം. അപ്പോൾ ഇനി ത്രെഡ് ഫുള്ളായിട്ട് ഇങ്ങനെ ഗ്രീസ് ആക്കണം. ത്രെഡ് ഇങ്ങനെ നമ്മൾ ഗ്രീസ് എടുത്തിട്ട് ഫുള്ളായിട്ട് ഫുൾ ത്രെഡിൽ ഫില്ലാണ് ഗ്രീസ് കൂടിയെന്ന് വെച്ചൊന്നും സംഭവിക്കാൻ പോലുള്ള. അപ്പം ഗണ്ണിലൊക്കെ അടിക്കണമെങ്കിൽ റോഡ് ചൂടാകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഈ ഗ്രീസ് ഉള്ളത് ഇത്തിരി ചൂട് കുറഞ്ഞ് കിട്ടും. ത്രെഡിന് ലൈഫും കിട്ടുകയും. ത്രെഡിന് ലൈഫ് എന്ന് പറഞ്ഞാൽ ഗ്രീസ് ഉണ്ടെങ്കിൽ അതിൻ്റെ ഒരു 10-20 മടങ്ങ് ആ ത്രെഡിന് ലൈഫ് ഉണ്ടാവണം. ഈ ഇവിടെ ചെയ്യുന്നതുകൊണ്ട് എന്താണ് ഗുണം? ഈ ഗ്രീസ് ഈ സിലിണ്ടറിൻ്റെ അകത്ത് ഈ റോഡ് ഇങ്ങനെ ചരിഞ്ഞ കയറുള്ളൂ. ചിലപ്പോൾ സ്പ്രിങ്ങിന്റെ ഷേപ്പ് ഇങ്ങനെ രണ്ട് സൈഡിലേക്കും ഫ്രിക്ഷൻ വരും, ശരിക്കും വരും. അപ്പൊ ഈ ഗ്രീസ് ഉണ്ടെങ്കിൽ അതൊക്കെ ആയിട്ട് അത് മൂവ് ചെയ്തോളും. പിന്നെ അതുകൂടാതെ ഇതിനിവിടെ ഒരു ബെയറിങ് വരുന്നുണ്ട് ഫ്രീ റൊട്ടേഷന് വേണ്ടിയിട്ടും. അതിന് വേണ്ടിയിട്ടാണ് ഒരു ബെയറിംഗ് ഉണ്ട്, ട്രസ്റ്റ് ബെയറിംഗ് ഉണ്ട്. ഈ ബെയറിംഗ് മിക്കവാറും കമ്പനി വരുമ്പോൾ ഈ പാർസലിന്റെ പ്രശ്നങ്ങളെ പോലെ തന്നെ ലൂബ്രിക്കേറ്റ് ചെയ്യില്ല. വർക്ക് സ്റ്റാർട്ട് ചെയ്യണ നോക്കുമ്പോൾ അതിൻ്റെ ഉള്ളിൽ ആ ബെയറിങ്ങിലേക്ക് ഇത്തിരി ഗ്രീസ് ശരിക്കും നല്ല രീതിയിൽ ഇരുന്നുണ്ട്. ഈ തന്നെയാണ് നമുക്ക് ഈസി ആയിട്ട് ഇടാൻ പറ്റും, അപ്ലൈ ചെയ്യാൻ പറ്റും ആ ഗ്രീസ്. വേറെ ജസ്റ്റ് ഒരു ചെറിയൊരു കഷ്ണം ഗ്രീസ് ഉണ്ടെങ്കിലും അത് ഈസി ആയിട്ട് ആ ബെയറിങ് വർക്ക് ചെയ്യും. ആ ബെയറിങ് ചൂടാവൂല. നമ്മൾ ഗണ്ണിലടിക്കുമ്പോൾ ഈ ബെയറിങ് നല്ല സ്പീഡിൽ കറങ്ങും. ബെയറിങ് ശരിക്കും ട്രസ്റ്റ് തന്നെയാണ് ഇതിൻ്റെ അകത്ത്. അപ്പോൾ ആ ബെയറിങ് ലൂബ്രിക്കേഷൻ ഇല്ലെങ്കിൽ ആ സാധനം ചൂടായിട്ട് ആ ബോളൊക്കെ പോകും, എത്രയും പെട്ടെന്ന് പോകും. അല്ല, ബോൾ പോയിട്ട് കംപ്ലൈന്റുകൾ വരുന്നുണ്ട്. ബോൾ പോയി കഴിഞ്ഞാൽ ഇത് പൊട്ടിപ്പോകും. അപ്പോൾ അവർ ഈ മെഷീൻ സ്പ്രിംഗ് കംപ്രസറിൻ്റെ കുഴപ്പമെന്നാണ് നമ്മുടെ കസ്റ്റമേഴ്സ് ചിലർ ധരിച്ചു വെച്ചിരിക്കുന്നത്. അത് ചിലപ്പോൾ ഈ ഗ്രീസ് ഇല്ലെങ്കിൽ ബെയറിങ് ചൂടായിട്ട് അതിൻ്റെ ബോളൊക്കെ ശരിക്കും പൊട്ടിപ്പോകും. പിന്നെ ഈ അഡ്ജസ്റ്റ്മെന്റ് നമ്മൾ ഈ വാഗണാറൊക്കെ ചെയ്യുമ്പോൾ അഡ്ജസ്റ്റ്മെന്റ് ഉണ്ട്. അത് ഒരു പ്രത്യേകത ഉണ്ടായിരുന്നു. ആ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഏറ്റവും അടുപ്പിക്കേണ്ട സ്പ്രിങ്ങുകളുണ്ട്. കോയിൽ തീരെ അടുപ്പിച്ചാൽ ചില വണ്ടികൾ, അത് BM, പിന്നെ നമ്മുടെ നോർമൽ വാഗണാറ്, പിന്നെ എറ്റിയോസിൻ്റെ വലിയ കുഴപ്പമില്ലെങ്കിലും വാഗണാറ് BM-ൻ്റെ ഒക്കെ നമ്മൾ ചെയ്യുമ്പോൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ യോക്ക് ഫുൾ അടുപ്പിച്ചിട്ടുണ്ട് വരും. ഫുൾ അടുപ്പിച്ചിരുന്നാൽ ഏറ്റവും ബെറ്റർ. എന്നാലേ സ്പ്രിങ് ശരിക്കും കംപ്രസ് ആവുള്ളൂ. നമുക്ക് മുകളിലെ നെറ്റ് ഈസി ആയിട്ട് സ്റ്റട്ടിൻ്റെ മുകളിലെ നെറ്റ് അഴിക്കാൻ ഈസി ആയിട്ട് പറ്റുള്ളൂ. അല്ലെങ്കിൽ ചാടി പോരാൻ ചാൻസ് ഉണ്ട്. ഏറ്റവും അറ്റത്തൊന്നുമില്ല. പിന്നെ നമ്മൾ ടൈറ്റ് ചെയ്ത് ഇത് എപ്പോഴും ശ്രദ്ധിക്കണം. ഈ ഡിസ്റ്റൻസ് ശ്രദ്ധിക്കണം. ഈ ഡിസ്റ്റൻസ് കുറഞ്ഞ് ഈ ഡിസ്റ്റൻസ് ഈ മുകളിലെ ഔട്ടർ ട്യൂബ് വന്ന് ഇതിൻ്റെ ബോട്ടത്തിൽ വന്ന് ടൈറ്റ് ആകാതെ ടൈറ്റ് ആകാൻ നോക്കരുത്. ടൈറ്റ് ആയി കഴിഞ്ഞാൽ ഇവിടെ ബെയറിങ്ങിന് കുഴപ്പം വരും, ഈ ത്രെഡിന് കുഴപ്പം വരും. ചിലപ്പോൾ കട്ടായി പോയി. ഇത് ആരും ഉണ്ടാക്കിയാണ് ബോൾഡാണ്. പക്ഷെ നമ്മൾ ടോർക്ക് കൊടുത്ത് ഈ ഗണ്ണിലൊക്കെ അടിക്കുമ്പോൾ ആ ടോർക്ക് നമുക്ക് മനസ്സിലാക്കാൻ പറ്റില്ല, എത്ര എടുക്കണമെന്ന് അറിയാൻ പറ്റില്ല. പക്ഷെ നമുക്ക് കൈക്ക് ബോക്സ് ഇട്ടൊക്കെ മുറുക്കണമെങ്കിൽ നമുക്ക് അറിയാൻ പറ്റും അതിൻ്റെ ടൈറ്റ്. മനസ്സിലായോ? അതേപോലെ ഓൾട്ടർനേറ്റ് ആയിട്ട് ഗണ്ണിലടിക്കുമ്പോഴേ ഇവർ കൂടുതൽ അമർത്തും ചിലപ്പോഴൊക്കെ. അവർ ഓൾട്ടർനേറ്റ് ആയിട്ട് ഇത്ര ഡിസ്റ്റൻസ് പോലെ അല്ല, ചിലപ്പോഴൊക്കെ തിരക്കുകൊണ്ട് പരമാവധി രണ്ടും ബാലൻസ് ചെയ്ത് ടൈറ്റ് ചെയ്യാൻ ശ്രമിക്കുക. അപ്പൊ ഈ പറഞ്ഞ പോലെ ഇങ്ങനെ ഒരു ഓടിച്ചിൽ വരില്ല. മനസ്സിലായോ? രണ്ടും ഒരുമിച്ചാണ് ചെയ്യണമെങ്കിൽ ലെവലിൽ കുഴപ്പമില്ല. ഇതിപ്പോ നമ്മൾ ഈ സ്പ്രിംഗ് ഉപയോഗിക്കാൻ എത്ര നാളായി ഉണ്ടാവും ഇവിടെ? ഇതിപ്പോ ഞാനൊരു 1.5 കൊല്ലത്തിന് മേളിലായി ഉപയോഗിക്കാൻ തുടങ്ങിയിട്ട്. കാര്യമായ പ്രശ്നങ്ങളൊന്നും തന്നെ ഇല്ല. ഗണ്ണിലാണ് ഞാൻ ഉപയോഗിക്കണമെങ്കിലും ഗണ്ണിന്റെ ആ പ്രഷറൊക്കെ നോക്കിയിട്ടാണ് ഞാൻ ചെയ്യാറ്. ഇത് അടുത്ത ഇങ്ങനെ അടുത്തുനിന്ന് തോന്നിക്കഴിഞ്ഞാൽ അപ്പം ഞാൻ നേരെ ബോക്സിലേക്ക് മാറും, ഗണ്ണിന്ന് മാറ്റും. ഞാൻ നേരെ ഹാൻഡ് ടൂളിലേക്ക് മാറിയിട്ട് പതുക്കോണ് ഇതിൻ്റെ അകത്ത് മുട്ടിക്കും. അത് വേഗനാണ്ടൊക്കെ ചിലപ്പോഴും അങ്ങനെയൊക്കെ പറ്റാറുള്ളൂ. ഇത് അടുപ്പിച്ചിട്ട് വേഗനാണ്ട് ചെറിയൊരു ഡിസ്റ്റൻസിൽ ഇത്ര ഡിസ്റ്റൻസിൽ വരുമ്പോഴത്തേക്കും സംഭവം ഫുള്ള് സ്പ്രിങ് മൊത്തം അടുക്കും. ഓക്കെ, ശരി.